നമസ്കാരം. ഈ ദിവസം ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. തലക്കെട്ടുകൾ നോക്കാം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ വീഴ്ച സമ്മതിച്ച് CPM. ചർച്ചയില്ലാതെ ഒപ്പിട്ടത് ശരിയായില്ലെന്ന് MV ഗോവിന്ദൻ. മന്ത്രിസഭയും മുന്നണിയും പൂർണ്ണമായ ചർച്ച നടത്തിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. വിഷയം ഇടതുമുന്നണി ഉടൻ ചർച്ച ചെയ്യില്ല. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം ചർച്ചയെന്ന് LDF കൺവീനർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ആദ്യഘട്ട പട്ടികയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള 48 സ്ഥാനാർത്ഥികൾ. KS ശബരിനാഥൻ കവടിയാറിൽ. ആശാപ്രവർത്തക SB രാജിയും പട്ടികയിൽ. ബുധനാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ CPM. പ്രകടന പത്രിക തയ്യാറാക്കാൻ LDFന് പ്രത്യേക കമ്മിറ്റി. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച PMA സലാം ഒറ്റപ്പെടുന്നു. ജനറൽ സെക്രട്ടറിയുടെ പരാമർശം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. രാഷ്ട്രീയ വിമർശനം വ്യക്തി അധിക്ഷേപമാകരുതെന്ന പാണക്കാട് സാദിഖ് അലി തങ്ങൾ. സലാമിനെ തങ്ങൾ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. സലാമിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ CPM. സലാമിനെ കൊണ്ട് ലീഗ് മാപ്പ് പറയിക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. 3, 2, 1, 0. S200 motors ignited plus 5 seconds. S200 बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3M5 का उत्थापन द्वितीय प्रमोचन मंच से. ISROയുടെ LVM-3M5 വിക്ഷേപണം വിജയകരം. തന്ത്രപ്രധാന സൈനിക വാർത്താവിനിമയ ഉപഗ്രഹം CMS-03 ബഹിരാകാശത്ത്. ചന്ദ്രയാൻ 3 ശേഷം LVM-3യുടെ ആദ്യ ദൗത്യം. ബീഹാറിലെ ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ കൂടി. പട്നയിൽ റോഡ് ഷോ നടത്തി പ്രധാനമന്ത്രി. ये नेतृत्व जो आज का है वो कहता है न कभी थकेंगे न कभी रुकेंगे. कांग्रेस के युवराज की पदयात्रा ने उन्हें ही पैदल कर दिया. ബീഹാറിലെ ബഹുസരായിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രചാരണം. ജൻസ്വരാജ് പാർട്ടി പ്രവർത്തകന്റെ മരണത്തിൽ JDU സ്ഥാനാർത്ഥി അനന്ത് സിംഗ് അറസ്റ്റിൽ. വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് മികച്ച തുടക്കം. വിക്കറ്റ് നഷ്ടപ്പെടാതെ 90 റൺസ് പിന്നിട്ടു. മഴയെ തുടർന്ന് മത്സരം തുടങ്ങിയത് 2 മണിക്കൂർ വൈകി. മൂന്നാം 2020-ൽ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് തോൽപ്പിച്ച് ഇന്ത്യ. PM ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് CPM. ചർച്ചയില്ലാതെ ഒപ്പിട്ടത് തെറ്റായിപ്പോയി. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും ഇടതുമുന്നണിയിലും ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അത് വീഴ്ചയാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞു. വിവരങ്ങളുമായി VV അരുൺ വീഴ്ചയാണെന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റ് വഴിയുമില്ല എന്നൊരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പരസ്യമായ വീഴ്ച സമ്മതിക്കൽ എന്ന് തോന്നുന്നു. പക്ഷേ മുന്നണിയിൽ ചർച്ച നടത്തിയിട്ടില്ല, മന്ത്രിസഭയിലും ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെ സെക്രട്ടറി പറയുകയല്ലേ? തീർച്ചയായിട്ടും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല എന്ന് ഏറ്റുപറയുകയാണ്. അതിൽ വീഴ്ച ഉണ്ടായെന്ന് ഏറ്റുപറയുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ഈ കരാറിനെ പറ്റി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്രട്ടറി അംഗങ്ങളും മന്ത്രിമാരും ഒക്കെ അറിഞ്ഞു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് പൂർണ്ണാർത്ഥത്തിൽ മുന്നണിയും മന്ത്രിസഭയും ചർച്ച ചെയ്തില്ല, അത് വീഴ്ച തന്നെയാണ്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു CPM നേതാവ് ഈ വീഴ്ച തുറന്ന് സമ്മതിക്കുന്നത്. വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് ആ കരാർ മരവിപ്പിക്കാൻ CPM സർക്കാരുമൊക്കെ തീരുമാനമെടുത്തത് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ രീതിയിൽ തുറന്നു പറയുന്നത് ആദ്യമാണ്. അതിനുശേഷമാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ തന്നെ ഈ PMC വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ മുന്നണി കൺവീനർ ആമുഖമായി തന്നെ പറഞ്ഞത്, മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത് ഈ വിഷയം പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ ചർച്ചകൾ നടക്കട്ടെ. ആ ചർച്ചകൾ നടന്ന റിപ്പോർട്ട് വന്ന ശേഷം
അത് റിപ്പോർട്ട് വിശദമായി തന്നെ മുന്നണി യോഗത്തിൽ സമർപ്പിക്കുകയും അവിടെ വിശദ ചർച്ചകളിലേക്ക് പോകാമെന്ന മുന്നണി കൺവീനർ പറയും. അതോടുകൂടി PMC സംബന്ധിച്ച് മറ്റ് ചർച്ചകൾ ഇടതുമുന്നണി യോഗത്തിലുണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കളും മറ്റുമാണ് ഇതിൽ ചർച്ച ചെയ്ത് പോയത്. പക്ഷേ PMCയിൽ വീഴ്ചയുണ്ടായെന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുന്നു. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ ആവർത്തി ചോദിച്ചിട്ടും ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാറൊന്നുമില്ല. അത് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. അദ്ദേഹം മുന്നണി യോഗത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പ്രതികരണമായി പറഞ്ഞത്. ഏതായാലും PMC വിവാദത്തിൽ ഇനി തുടർ നീക്കങ്ങളും നടപടികളും അധികം ഉടൻ ഉണ്ടാകില്ല. അത് മുന്നണി സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഉണ്ടാകൂ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ PMCയിൽ കൂടുതൽ ചർച്ചകൾക്കുള്ള അവസരം CPM ഉണ്ടാക്കില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ഈ കരാർ ഫ്രീസ് ചെയ്യണമെന്ന MOU ഫ്രീസ് ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ വൈകാതെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശ്രീജ, അരുൺ, ഈ LDFന്റെ ചില തീരുമാനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിനു ശേഷമേ PM ശ്രീ വിഷയം ചർച്ച ചെയ്യുകയുള്ളൂ. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക തയ്യാറാക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയതായും അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇടതുമുന്നണി ഐക്യത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് എന്ന് തീരുമാനമായിരിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. ചിലയിടത്തൊക്കെ അന്തിമഘട്ടത്തിലാണ്. നവംബർ 5 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഒരു പ്രകടന പത്രിക തയ്യാറാക്കും. ആ പ്രകടന പത്രിക തയ്യാറാക്കാൻ ഒരു സബ് കമ്മിറ്റിക്ക് മുന്നണി യോഗം രൂപം നൽകി. അത് എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളുടെ എല്ലാവരുടെയും മുന്നണിയിൽ അംഗങ്ങളായ എല്ലാ ഘടകകക്ഷികളും ഓരോ അംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കുക. LDF കൺവീനറാണ് ഈ പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ. 15-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ഈ പ്രകടന പത്രിക കമ്മിറ്റി ചേരും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതിനൊപ്പം തന്നെ ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളും ഉയർത്തിക്കാട്ടിയാകും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുതന്നെ വലിയൊരു നേട്ടമായി സർക്കാർ എടുത്തു കാണിക്കും. ഇപ്പോൾ ഗവർണറുടെ അംഗീകാരം ലഭിച്ച ഏക കിടപ്പാടം സംരക്ഷണ ബില്ല്, അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ തീരുമാനമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ഇന്നലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച ആ നേട്ടം ഉയർത്തി കാണിക്കും. അതിനൊപ്പം തന്നെ ഇനി മുക്ത മാത്രമാണ് സംസ്ഥാനമായത്. ദരിദ്രർ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. ആ ദരിദ്രരെ കൂടി ഇല്ലാതാക്കി, ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കി ദരിദ്രരെയും മറ്റ് ജനസമൂഹത്തിനൊപ്പം എത്തിക്കാനുള്ള ശ്രമമാകും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുക. അത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും. SARനെതിരെ 5-ാം തീയതി സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതിന് തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനമെടുത്തു. അതിനൊപ്പം തന്നെയാണ് ഈ SIR നിയമ പോരാട്ടത്തിനുള്ള വഴികളും എത്രത്തോളം നിയമ സാധുതയുണ്ടെന്ന് തേടാനും മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജ, ശരി. BV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ്. നഗരസഭയിലെ 48 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചത്. KS ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശബരിനാഥൻ കവടിയാറിൽ നിന്ന് മത്സരിക്കും. നാളെ മുതൽ വാഹന പ്രചാരണം ആരംഭിക്കും. ചൊവ്വാഴ്ച അന്തിമ പട്ടിക പുറത്തുവിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. നഗരസഭയുടെ അഴിമതി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ ആവശ്യകത അതിലൂന്നിക്കൊണ്ട് 3-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിന്റെ കോർഡിനേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 101 വാർഡുകളിലും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ KS ശബരിനാഥ്, അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഒന്നാം സ്ഥാനത്തെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നു വരികയാണ്. നഗരസഭയുടെ അഴിമതി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിന്റെ ആവശ്യകത അതിലൂന്നിക്കൊണ്ട് 3-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ 12-ാം തീയതി വരെ ഒരു വാഹന പ്രചരണ ജാഥ, ഇതിന്റെ കോർഡിനേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നയിക്കുന്ന ജാഥ 101 വാർഡുകളിലും
രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ യാത്ര നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ് അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് UDFന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടമായി 48 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശേഷിക്കുന്ന 53 പേരുടെ പട്ടിക അത് ചൊവ്വാഴ്ച തന്നെ അന്തിമമായ ചർച്ചകൾക്ക് ശേഷം പുറത്തുവിടുമെന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മുൻ അരുവിക്കര MLAയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ ശബരിനാഥൻ കവടിയാറിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം, കവടിയാർ വാർഡിൽ മത്സരിക്കുമെന്ന കാര്യം ന്യൂസ് 18 തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ വഴുതക്കാട് വാർഡിൽ നിന്നും, അതോടൊപ്പം KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവ് സുരേഷ്, വൈഷ്ണവ് ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിനിയാണ്. വൈഷ്ണവയെ കളത്തിലിറക്കുന്നതിലൂടെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതീക്ഷ. സമരമുഖങ്ങളിലൊക്കെ പരിചിതമായ മുഖമാണ് വൈഷ്ണ. അങ്ങനെയാണ് വൈഷ്ണയ്ക്ക് ഈ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ യുവമുഖങ്ങൾ ഒരുപാടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഗരസഭയിൽ ഉള്ളതിലെ ഏറ്റവും മുതിർന്ന നേതാവായ ജോൺസൺ ജോസഫ് ഉള്ളൂർ വാർഡിൽ നിന്നും ജനവിധി തേടുന്നു. അങ്ങനെ 48 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശേഷിക്കുന്നവരുടെ പട്ടിക 2 ദിവസത്തിനകം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചർച്ച നടത്തിയ ശേഷം, ഘടകകക്ഷികളുമായി ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കം നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം സജീവമായി നേതൃത്വം നൽകുന്നുണ്ട്. അത് വൈകാതെ തന്നെ ആ ചർച്ചകൾ പൂർത്തിയാകും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിലവിൽ 10 സീറ്റുകൾ മാത്രമായി 3ാം സ്ഥാനത്താണ് UDF ഉള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ. അവിടെ ഏത് വിധേനയും 51ലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു നിർണായകമായ നീക്കത്തിലേക്ക് UDF കടന്നിരിക്കുന്നത്, കോൺഗ്രസ് കടന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആകുമെന്നതിനാൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുക. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമാനമായ വീറും വാശിയും ഇത്തവണ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വോട്ട് വിഹിതം 25% ഉയർത്തുമെന്നാണ് BJPയുടെ അവകാശവാദം. അത് സാധ്യമായാൽ പലയിടത്തും അട്ടിമറി ഉറപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാമതും വിജയിക്കുമെന്ന ഇടതുമുന്നണിയുടെ പ്രഖ്യാപനം പൊള്ളയെന്ന് തെളിയിക്കണമെങ്കിൽ UDFന് ഇത്തവണ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയേ തീരൂ. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അത് അനിവാര്യം. വമ്പൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ തന്നെയാകും ഭരണമുന്നണിയുടെ ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ തുറുപ്പുചീട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൊതുവെ ഇടത് അനുകൂലമാകാറുണ്ട് എന്നതാണ് ചരിത്രം. നിയമസഭയിൽ UDF വൻ വിജയം നേടിയപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDFന് ഇങ്ങനെയൊരു ന്യായം പറയാനാവില്ല. സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തദ്ദേശത്തിൽ തന്നെ വിജയിച്ചു തുടങ്ങണം. നിലവിലെ ചിത്രത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലാകെ LDFന് വൻ ആധിപത്യമാണ്. ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് മുഖ്യ ചർച്ചയായതും. സർക്കാർ വിരുദ്ധ തരംഗമുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ തന്നെ അത് പ്രകടമാക്കണം. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും സാന്നിധ്യം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ദിവസത്തെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ തുറപ്പുചീട്ട്. മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിന് പിന്നാലെ പ്രാദേശിക തലത്തിൽ ഇത് വമ്പൻ പ്രചരണമാക്കി ഇടതു കേന്ദ്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. CPM CPA തർക്കം താഴെ ഘടകങ്ങളിൽ എത്തിക്കാതിരിക്കാനും മുന്നണിയിൽ ജാഗ്രതയുണ്ട്. മധ്യ കേരളത്തിലെ പ്രകടനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കും നിർണായകമാണ്. രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അത് മധ്യ ജില്ലകളിൽ പ്രകടമാകും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി പുതിയ കൂട്ടായ്മകൾ ഉണ്ടാകുന്നതും അത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുന്നതും ഇക്കാര്യത്തിൽ നിർണായകമാണ്. കിഴക്കമ്പലത്തെ 2020 ഇക്കുറി കളം മാറ്റിപ്പിടിക്കുകയാണ്. സമീപത്തെ മറ്റു പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ഇവർ വ്യാപിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഇവിടങ്ങളിൽ ഓഫീസ് തുറന്ന് ബദൽ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ജാതിമത വോട്ടുകളുടെ സ്വാധീനം പ്രകടമാവാറില്ല സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ അത് പ്രകടമായാലും അത്ഭുതമില്ല.
അങ്ങനെയെങ്കിൽ ഇത് വിധി നിർണ്ണയിക്കുക മധ്യ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാവും. കൊച്ചി കോർപ്പറേഷനിലും തൃശൂർ കോർപ്പറേഷനിലുമെല്ലാം ഇക്കുറി അഭിമാന പോരാട്ടം നടക്കും. 25% വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിടിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. ഇത് സാധ്യമായാൽ പലയിടത്തും അട്ടിമറികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ്. കേന്ദ്രഭരണത്തിൽ BJP എത്തിയ ശേഷമുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരിക്കും ഇത്തവണ സംസ്ഥാനത്ത് ഉണ്ടാകുക എന്നും അവർ പറയുന്നു. ഇതിനായി സംസ്ഥാന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ BJPയുടെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളാണ്. 2 ഇടങ്ങളും പിടിക്കണം. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടുകയല്ല, മറിച്ച് കൂടുതൽ പഞ്ചായത്തിൽ ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. നിയമസഭയിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന അവകാശവാദം ശരിയെന്ന് തെളിയിക്കാൻ ഇക്കുറി ജില്ലാ പഞ്ചായത്തിലും വിജയിക്കണം. വെല്ലുവിളി അങ്ങനെ ഏറെയുണ്ട് BJPക്കും. മലബാർ പറയാൻ പോകുന്നത് കൃത്യമായ രാഷ്ട്രീയ സൂചനകളാകും. മലബാറിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാകുമോ? ഉണ്ടായെങ്കിൽ അത് ആരെ തുണയ്ക്കും? പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഫലം നിശ്ചയിക്കുന്ന സൂചനകൾ കൂടിയാകും മലബാറിലേത്. 2-3 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. കമ്മീഷൻ കേന്ദ്രങ്ങൾ ആ സൂചന നൽകുന്നുമുണ്ട്. ഇതിനു മുമ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചുവരെഴുത്തുകൾ പോലും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ മഞ്ചേശ്വരത്ത് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. മുസ്ലിം ലീഗിന്റെ പ്രസ്റ്റീജ് മണ്ഡലത്തിൽ AKM അഷ്റഫ് തന്നെ ഒരു വട്ടം കൂടി മത്സരിക്കും. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മണ്ഡലം പിടിച്ചെടുക്കാൻ ഇത്തവണ BJP കളത്തിലിറക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വിനിയെയാണ്. ഇതിനോടകം വീട് കയറുള്ള പ്രചാരണം BJP തുടങ്ങിക്കഴിഞ്ഞു. ത്രികോണ മത്സരത്തിൽ നിർണായകമാകുന്നത് ഇടത് സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു കൂടി പ്രചരണം ശക്തമാകുന്നു എന്നാണ് മഞ്ചേശ്വരം മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത്. എന്തായാലും ഇത്തവണ നിയമസഭാ മണ്ഡലം, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനായി BJP ജില്ലാ പ്രസിഡന്റ് കൂടിയായ ML അശ്വിനിയെ കളത്തിലിറക്കാനാണ് ധാരണയായിട്ടുള്ളത്. മഞ്ചേശ്വരത്തിൽ തന്നെ താമസിക്കുന്ന ഒരാളാണ്. കന്നഡ മേഖലയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെയാണ് ML അശ്വിനിയെ തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ഇറക്കിക്കൊണ്ട് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് BJPയുടെ ഭാഗത്ത് നടക്കുന്നത്. അതിന് കലയെക്കൂട്ടി തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വീടുകൾ കയറിയിറങ്ങി കൃത്യമായ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. UDF-ലേക്ക് വന്നാൽ മുസ്ലിം ലീഗിലെ ഇപ്പോൾ നിലവിലെ MLA ആയ AKM അഷ്റഫിന് തന്നെ ഒരു വട്ടം കൂടി ഇവിടെ അവസരം കൊടുക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനവുമായി AKM അഷ്റഫും രംഗത്തുണ്ട്. AKM അഷ്റഫും കൃത്യമായ ജനകീയ വിഷയങ്ങളിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിൽ പരമാവധി വീടുകളുമായി ഇത്തരത്തിൽ കേന്ദ്രീകരിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്തും മുസ്ലിം ലീഗിനെ കാസർഗോഡായാലും മഞ്ചേശ്വരത്തായാലും കഴിഞ്ഞ തുടർച്ചയായ മത്സരങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അത് വിട്ട് BJPക്ക് ഇങ്ങനെ ഒരു സീറ്റ് മഞ്ചേശ്വരത്ത് നിന്ന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അത് കൃത്യമായ ആത്മഹത്യാപരം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം മുസ്ലിം ലീഗിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ ഒരു മത്സരം നടന്നാൽ, ത്രികോണ മത്സരം നടന്നാൽ അവിടെ BJP തന്നെ മഞ്ചേശ്വരത്ത് വിജയിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒട്ടേറെ പഞ്ചായത്തുകളെ ഭരണം നേടിയെടുക്കുക, അതാണിപ്പോ പാർട്ടിയുടെ പാർട്ടി ഇപ്പോ ഉദ്ദേശം വെച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ സ്ഥാനാർത്ഥി അശ്വിനി ML ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായി പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ എത്രയോ കാലമായി അവർ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷയും ആശയവുമാണ് ഇത്. അക്കൗണ്ട് തുറക്കും എന്നൊക്കെ പറയാൻ കേട്ടിട്ട് കാലം എത്രയോ ആയി. അതേക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം അക്കൗണ്ട് അവർക്ക് തുറക്കാൻ കഴിയുമെന്ന് ഉള്ള ഒരു ചുറ്റുപാടൊന്നുമില്ല, അത് കഴിയുകയുമില്ല. അതാണ് എനിക്ക് മഞ്ചേശ്വരത്തെ കുറിച്ചും കാസർഗോഡിനെ കുറിച്ചും പറയാനുള്ളത്. എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ മാത്രമേ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. അത് കഴിഞ്ഞ നാളുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയാണ് ഈ മഞ്ചേശ്വരം മണ്ഡലം ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം 2006 CH കുഞ്ഞമ്പു വിജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കി ഒരു ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങുമോ ഈ മഞ്ചേശ്വരത്ത് എന്നതാണ് അത് ഇനി
കാത്തിരുന്ന് കാണുന്നത്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും സജീവമാവുന്ന ഒരു കാഴ്ചയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും സ്വാധീനം ഉറപ്പിക്കാൻ കരുനീക്കങ്ങൾ നടത്തുകയാണ് 2020 പാർട്ടി. കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കാനാണ് നീക്കം. പല സ്ഥലങ്ങളിലും പോസ്റ്റർ പതിപ്പിക്കുന്നതും ചുവരെഴുത്തുകളും ഉൾപ്പെടെയുള്ള ജോലികളും ആരംഭിച്ചു. തലവൂർ, പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി പഞ്ചായത്തുകളിലാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ. മറ്റു മുന്നണികൾക്ക് മുൻപേ 2020 പഞ്ചായത്ത് കൺവെൻഷനുകൾ അടക്കം പൂർത്തിയാക്കി കഴിഞ്ഞു. പൊതുസമ്മതരായ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് ആലോചന. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PMA സലാമിനെ തള്ളി ലീഗ് നേതൃത്വം. അന്തസ്സോടെ വേണം വിമർശനങ്ങൾ നടത്താൻ എന്നതാണ് ലീഗിന്റെ ശൈലിയെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ PMA സലാമിനെ തിരുത്തിയെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ട ആളാണെന്ന PMA സലാമിന്റെ വാഴക്കാട്ടെ പ്രസംഗമാണ് വിവാദത്തിലായത്. രാഷ്ട്രീയ വിമർശനങ്ങളാകാമെന്നും എന്നാൽ വ്യക്തി അധിക്ഷേപങ്ങൾ പാടില്ലെന്നും പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അഭിപ്രായപ്പെട്ടു. പിന്നാലെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യം വിശദമാക്കി. വ്യക്തി അധിക്ഷേപം ലീഗിന്റെ രീതിയല്ല. അന്തസ്സോടെയാണ് ലീഗ് വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്. നാക്കുപിഴ ആർക്കും സംഭവിക്കാം. നാളെ തനിക്ക് തെറ്റുപറ്റിയാൽ തന്നെയും തിരുത്തുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിന് എപ്പോഴും ഒരു രീതിയുണ്ട്. വളരെ അന്തസ്സോടുകൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയില്ല. അന്തസ്സോടുകൂടി ഞങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാക്കുപിഴയും തെറ്റുമൊക്കെ പറ്റാം. എനിക്കുൾപ്പെടെ പറ്റാം, ആർക്ക് വേണമെങ്കിലും പറ്റാം. പറ്റിയ പാർട്ടി അത് തിരുത്തും. CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന E. ജയനും സലാമിനെ വിമർശിച്ച് രംഗത്തെത്തി. ഇനിയും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന വിഭ്രാന്തി മൂലമാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതെന്നും ശക്തമായ പ്രതിഷേധം CPM നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ അസഹിഷ്ണുതയാണ്. ഇനി ഒരിക്കൽ പോലും തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റില്ല. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല. കേരളത്തിലെ പിണറായി വിജയൻ നയിക്കുന്നിടത്തോളം കാലം അത് മുന്നോട്ട് പോലും അസാധ്യമാണ് എന്ന് കണ്ടതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ PMA സലാമിനെ കൊണ്ട് ഇത് പറയിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ CPM പ്രവർത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങൾ PMA സലാമിനെതിരെ പോലീസിലും പരാതി നൽകി. വിവിധയിടങ്ങളിൽ സലാമിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവും നടന്നു. ന്യൂസ് 18 മലപ്പുറം. KB ഗണേഷ് കുമാറിനെ അവഹേളിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തറ മന്ത്രി എന്നായിരുന്നു ഗണേഷിനെ കുറിച്ച് SNDP ജനറൽ സെക്രട്ടറിയുടെ പരാമർശം. ചൂടുകാലത്ത് കുടിക്കാൻ വെച്ച വെള്ളം ബസ്സിൽ നിന്ന് പിടിച്ചിട്ട് ഗമ കാണിക്കുന്നു. KSRTCയിൽ തുഗ്ലക് ഭരണമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ ആക്ഷേപിച്ചു. 2 കുപ്പി വെള്ളം ഈ ചൂടുകാലത്തിൽ ബസ്സിന്റെ മുമ്പിലേ വെച്ച് കുടിക്കാൻ വേണം. ഇതപ്പോൾ ജീവിക്കാരെ കൊണ്ട് അത് പിടിച്ചതിന്റെ ഗമ കാണിക്കുന്ന തറ മന്ത്രിയല്ലേ. ആര് കാണിക്കുന്നു? വെള്ളം ഈ ചൂടിനിട്ട് വെള്ളം പിടിച്ചു പോയാൽ അത് കണ്ടുപിടിച്ചൊരു മഹാകാര്യം. ഇതിനകത്ത് ഭരിച്ച് തുഗ്ലക്കിന്റെ ഭരണം പോലെ ആയില്ലേ ട്രാൻസ്പോർട്ട്. ഇന്നൊന്ന് വരുത്തും, പിന്നെ അത് മാറ്റും, ഇങ്ങനെ മാറ്റും മറിക്കുകയും ചെയ്ത് ആ വകുപ്പും ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള പണം നൽകിയാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്രം 2 ലക്ഷം കോടിയാണ് കേരളത്തിന് തരാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണമില്ലേ? തരുന്നില്ലല്ലോ. കുടിശ്ശിക മാത്രമല്ല, നമുക്ക് തരേണ്ടുന്ന നമുക്ക് അവകാശപ്പെട്ട കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം കോടി വരും. അത് ചെറിയ പണമൊന്നുമല്ല. അപ്പോൾ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല. തരാതെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം. ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന്റെ മണി മാനേജ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. 2500 എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കീഴ്വഴക്കനുസരിച്ചാണെങ്കിൽ 1000 പറഞ്ഞിട്ട് 1600 ആക്കിയതുപോലെ 2500 പറഞ്ഞിട്ട് വേണമെങ്കിൽ 3000 ആക്കും. ഇടവേള.
മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ സൈനിക സേവനങ്ങൾക്ക് കരുത്തു പകരുന്ന വാർത്താവിനിമയ ഉപഗ്രഹം CMS-03യുടെ വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ബാഹുബലി എന്ന് പേരിട്ട് വിളിക്കുന്ന ISROയുടെ LMV-3 M5 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. बूस्टर्स का सफलतापूर्ण प्रज्वलन और LVM-3 M5 का उत्थापन द्वितीय प्रमोचन मंच से. മനു ഭരത് വിവരങ്ങളുമായി. മനു, ചന്ദ്രയാന് ശേഷമുള്ള LMV-3യുടെ അടുത്ത ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സൈനിക മേഖലയിൽ ഏറ്റവും വലിയ കരുത്താകുന്ന ഒരു ദൗത്യം കൂടിയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് 5:26 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉയർന്നു പൊങ്ങിയത് ഇന്ത്യയുടെ ആത്മാഭിമാനം കൂടിയാണ്. തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു ഉപഗ്രഹം ആണ് നമ്മൾ ഇന്ന് വിക്ഷേപിച്ചത്. 4400 കിലോ പേലോഡ് വരുന്ന ഈ പേലോഡ് വിക്ഷേപിക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഇത്രയും വലിയ ഭാരം ബഹിരാകാശത്തേക്ക് ഉയർത്തുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏതായാലും ഇന്ത്യയുടെ LV Mark 3 ആ വിജയം ആഘോഷിക്കുകയാണ്. ആ ദൗത്യം പൂർണ്ണ വിജയം എന്ന് ISRO മേധാവി വ്യക്തമാക്കുന്നു. ഡോക്ടർ V നാരായണന്റെ വാക്കുകൾ കടമെടുത്താൽ നേരത്തെ ഇന്ത്യയുടെ ആ അഭിമാനം വാനോളം ഉയർത്തിയതാണ് ചന്ദ്രയാൻ പദ്ധതിയിൽ ഈ വിക്ഷേപണ യന്ത്രം. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു. 100% വിജയമാണ് എന്ന് പ്രോജക്റ്റിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ P മാധുരി പറയുന്നു. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാഭിമാനത്തിൻ്റെ നിമിഷം. ഇത് പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേവി ആയിരിക്കും കൂടുതലായും ഇതിൽ നിന്നുള്ള
ഡാറ്റ ഉപയോഗിക്കുക, കൂടുതൽ കണക്ടിവിറ്റി നേവിയെ സംബന്ധിച്ചിടത്തോളം ഷിപ്പ്, സബ്മറൈൻ, അതുപോലെ മുങ്ങിക്കപ്പലുകൾ, കപ്പലുകൾ, പിന്നെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ തമ്മിലൊക്കെയുള്ള ഇനി ഒരു ബന്ധം കൂടുതൽ ദൃഢമാകും. അതായത് കണക്ടിവിറ്റി കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നുള്ള ഡാറ്റ കണക്ടിവിറ്റി, അതുപോലെ വോയിസ്, ഇമേജ് കണക്ടിവിറ്റികളെല്ലാം കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. അത് കൂടുതൽ ഇന്ത്യക്ക് ഒരു വലിയ നേട്ടമാകും. റിമോട്ട് കണക്ടിവിറ്റി കൂടി ഇതിൻ്റെ ഭാഗമായി വരും. അപ്പോഴത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക രംഗത്തുണ്ടാകുന്ന ഒരു വലിയ മികവാണ്, സൈനിക രംഗത്തുണ്ടാകുന്ന ഒരു വലിയ മികവാണ്. നേരത്തെ നമുക്കറിയാം 2013 GSAT രുക്മിണി ഇന്ത്യ വിക്ഷേപിച്ചിരുന്നു. അത് നാവികസേനയ്ക്ക് ആവശ്യമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അതിന് പിന്തുടർച്ചയായാണ് അടുത്ത GSAT 7R വിക്ഷേപിക്കുന്നത്. അത് ഇന്ത്യയിലെ ഈ സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. നമ്മൾ സാധാരണ ഇത്രയും വലിയ പേലോഡുകൾക്ക് നേരത്തെയൊക്കെ ഫ്രഞ്ച് സഹായം ആണ് നമ്മൾ പ്രധാനമായും തേടിയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്നത് ആത്മനിർഭരൻ ഭാരതിൻ്റെ ഒരു ശുഭസൂചന കൂടിയാണ് എന്നതുകൂടി ഇവിടെ ഓർക്കണമെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ അഭിമാനമാണ് വാനോളം ഇന്നത്തെ ദിവസം ഉയരുന്നത്. LMP-3യുടെ വിക്ഷേപണം, അടുത്ത ദൗത്യ വിക്ഷേപണം വിജയകരമായിരിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനും RJDക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വന്തം മുന്നണിയിലുള്ള RJDയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ RJD സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എല്ലാവരും കണ്ടതാണ്. ബീഹാറിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ കുടുംബമാണ് RJD നേതാക്കളുടേതെന്നും രാജ്യത്ത് ഏറ്റവും അഴിമതി നിറഞ്ഞ കുടുംബമാണ് കോൺഗ്രസിന്റേതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ये चारे वाले सोचते हैं कि बिहार की जनता को चरा जाएंगे, जबकि इनकी रग रग की सच्चाई ये बिहार की जनता भली भांति जानती है। साथियों, RJD हो या कांग्रेस, ये सिर्फ दो परिवारों के ही इर्द गिर्द सिमटी हुई पार्टियां हैं। एक बिहार का सबसे भ्रष्ट परिवार, दूसरा देश का सबसे भ्रष्ट परिवार। और अब इनके दो परिवारों में ही बड़ा घमासान छिड़ गया है। यहां एक जंगल राज के युवराज है, उन्हें लगता है कि कांग्रेस के युवराज की पदयात्रा ने उन्हें ही पैदल कर दिया है। और सोचिए, जंगल राज के युवराज को पैदल तो किया ही, CM पद के नाम पर कांग्रेस ने हामी तक नहीं भरी। इसके बाद RJD ने भी कांग्रेस को सबक सिखाने की ठान ली। फिर पूरे देश ने देखा है कि कैसे RJD ने बिहार कांग्रेस के अध्यक्ष के खिलाफ भी अपना उम्मीदवार उतार दिया। साथियों, आजकल ये दोनों दल एक दूसरे के बाल नोचने में लगे हैं। और तो खबर ये है कि हर बूथ पर कांग्रेस के लोगों ने RJD को हराने की ठान ली है। आप देखिएगा, 11 तारीख को दूसरे चरण का मतदान खत्म होते ही कांग्रेस RJD एक दूसरे का क्या हाल करते हैं। ഇന്നത്തെ ദിവസം ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു വാർത്ത, വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലാണ്. ഇന്ത്യക്ക് മികച്ച തുടക്കമാണ്. മത്സരത്തിൽ ടോസ് നഷ്ടമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഒരു വിക്കറ്റിന് 140 റൺസ് പിന്നിട്ടിരിക്കുകയാണ്. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. 45 റൺസ് എടുത്ത സ്മൃതി മന്ദാനയുടെ വിക്കറ്റാണ് നഷ്ടമായത്. മഴയെ തുടർന്ന് 2 മണിക്കൂറോളം വൈകിയാണ് മത്സരം
തുടങ്ങിയത്. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി. എൽദോ, സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് നഷ്ടമായി, ജമീമ എത്തിയിരിക്കുന്നു. ആവേശകരമായൊരു മത്സരമാണ് ഇന്ത്യൻ കാണികൾ, ആ 30,000-ഓളം വരുന്ന കാണികളും ഒപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് മത്സരം മുന്നോട്ട് പോകുന്നത്? അതിഗംഭീര തുടക്കമാണ് ശ്രീജ ഇന്ത്യക്ക് ലഭിച്ചത്. അതിഗംഭീര തുടക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഓപ്പണർമാരെത്തിയ ഷഫാലി വർമ്മയും സ്മൃതി മന്ദനയുടെ വിക്കറ്റ് നഷ്ടമായി 45 റൺസ് എടുത്താണ് ഈ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ബാറ്ററായിട്ടുള്ള സ്മൃതി മന്ദന പുറത്തായത്. പക്ഷേ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഒരു അടിത്തറ, നല്ല പ്ലാറ്റ്ഫോം ഇട്ടു ഷഫാലി സ്മൃതി മന്ദാനയും ചേർന്നെന്നുള്ളതാണ്. 104 റൺസിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട്, അതാണ് ഈ മത്സരത്തിൽ ഒരു പക്ഷേ ടേണിംഗ് പോയിന്റ് ആവാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും ടോസ് നഷ്ടമായ ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. നമുക്കറിയാം 2 മണിക്കൂറോളം മത്സരം വൈകി. അതിനുള്ള കാരണം മഴയായിരുന്നു. ഈർപ്പമുള്ള അന്തരീക്ഷമാണ് മുംബൈയിലുള്ളത്, നവി മുംബൈയിലുള്ളത്. അപ്പോൾ ഈ പിച്ചിൽ ആദ്യ സമയങ്ങളിൽ ബോളർമാർക്ക്, പ്രത്യേകിച്ച് പേസർമാർക്ക് സ്വിംഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്വിംഗിന്റെ വലിയ പ്രശ്നം ഇന്ത്യൻ ബാറ്റർമാർ നേരിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പേടിച്ച ഒരു ഈർപ്പത്തിന്റെ ആനുകൂല്യം അത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായത്. അവിടെ ആവട്ടെ ഷഫാലി വർമ്മയും സ്മൃതി മന്ദനയും വളരെ കൃത്യമായി പ്ലാൻഡായി കാര്യങ്ങൾ നിറവേറ്റി. ഷഫാലി വർമ്മ അത്യാവശ്യം അഗ്രസീവായി തന്നെയാണ് മത്സരത്തിൽ കളിക്കുന്നത്. ഇപ്പോൾ തന്നെ 68 പന്തിൽ 78 റൺസുമായി 100-ലേറെ സ്ട്രൈക്ക് റേറ്റുമായി ഷഫാലി ക്രീസിലുണ്ട്. സ്മൃതി മന്ദന 58 പന്തിലാണ് 45 റൺസ് എടുത്ത് പുറത്തായത്. ജമീമ റോഡ്രിഗസ് കഴിഞ്ഞ കളിയിലെ സെമി ഫൈനലിലെ ആ ഉജ്ജ്വല താരമാണ് ഇപ്പോൾ വൺ ഡൗൺ ആയി എത്തിയിട്ടുള്ളത്. ഷഫാലിയും ജമീമ റോഡ്രിഗസും ക്രീസിൽ നിൽക്കുന്നു. എന്താണെങ്കിലും തിങ്ങി നിറഞ്ഞൊരു സ്റ്റേഡിയമാണ് നവി മുംബൈയിലുള്ളത്. ആ സ്റ്റേഡിയത്തിൽ നീല നിറത്തിൽ ഗാലറി നിൽക്കുമ്പോൾ അവർക്ക് ആഹ്ലാദവും ആവേശവും പകരുന്ന തരത്തിൽ തന്നെ ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നു. ഇനി ചേസ് ചെയ്യുകയാണ് സ്വാഭാവികമായി നവി മുംബൈയിൽ കൂടുതൽ സാധ്യതയായി കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ അവിടെ ഇന്ത്യ ഇനി ചെയ്യേണ്ടത് ഏറ്റവും മികച്ച ടോട്ടൽ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ഒരു ലോകകപ്പിന്റെ ഫൈനൽ ആകുമ്പോൾ ചേസ് ചെയ്യുന്നതിലെ ഒരു സമ്മർദ്ദത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അതില്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ടോട്ടലിലേക്ക് ഇന്ത്യൻ ടീമിന് എത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യക്ക് ഒരു മധുരം ഇന്ന് നവി മുംബൈയിൽ നുണയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. എന്നാണെങ്കിലും ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യ ജയിച്ചിട്ടില്ല. ഇത് 3ാമത്തെ ഫൈനലാണ് ഏകദിന ലോകകപ്പിൽ. 2005-ലും 2017-ലും ഇന്ത്യ ഫൈനലിലെത്തി. പക്ഷേ ഇക്കുറി അത് ജയത്തിലേക്ക് എത്തിക്കാൻ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 2 മണിക്കൂറോളം വൈകി മത്സരം ആരംഭിക്കാൻ. ശരിക്കും 3 മണിക്ക് ആരംഭിക്കേണ്ട മത്സരം ആരംഭിച്ചത് 5 മണിക്കാണ്. ടീമിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സെമി ഫൈനൽ ജയിച്ച അതേ ടീമിനെ ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യൻ ബോളർമാരുടെ മികവ് ഇന്ന് പരീക്ഷിക്കപ്പെടും, പ്രത്യേകിച്ചും പേസർമാരുടെ. അതായിരിക്കും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാരുടെ മികച്ച ഫോം അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള മത്സരം പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ സ്കോർ പരിശോധിക്കുമ്പോൾ 25 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 152 റൺസ് എടുത്തിട്ടുണ്ട് ഇന്ത്യ. ജമീമ റോഡ്രിഗസും ഷഫാലി വർമ്മയുമാണ് ക്രീസിൽ. ഷഫാലി ഉജ്ജ്വല ഫോമിൽ കളിക്കുകയും ചെയ്യുന്നു. ശ്രീജ, തീർച്ചയായും എല്ലാവരും വളരെ ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ്. ആദ്യമായി ചാമ്പ്യന്മാരാവുന്ന ഒരു ടീമായിരിക്കും ഇന്ന് ഉണ്ടാവുക. കാരണം ഇതിനു മുൻപ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും മാത്രമേ ഈ ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആരായാലും അതൊരു പുതിയ ചാമ്പ്യനാണ്. ആ ചാമ്പ്യൻ ഇന്ത്യ ആകുമോ? അത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയുള്ള ചോദ്യം. നമുക്ക് കാത്തിരിക്കാം. വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ ടീം മുന്നോട്ട് പോവുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ 3ാം 2020 മത്സരത്തിൽ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം, 187 റൺസ് വിജയലക്ഷ്യം. 9 പന്ത് ശേഷിക്ക് ഇന്ത്യ മറികടന്നു. 49 റൺസുമായി പുറത്താകാതെ നിന്ന വാഷിംഗ്ടൺ സുന്ദറാണ് ടോപ്പ് സ്കോറർ. സഞ്ജു സാംസണ് പകരം ടീമിലെത്തിയ ജിതേഷ് ശർമ്മ 22 റൺസുമായി പുറത്താകാതെ നിന്നു. തിലക് വർമ്മ 29 റൺസും അഭിഷേക് ശർമ്മ 25 റൺസും സൂര്യകുമാർ യാദവ് 24 റൺസും എടുത്തു. ആദ്യം ബാറ്റ് ചെയ്ത ഓസസിന് വേണ്ടി ടിം ഡേവിഡും മാർക്കസ് സ്റ്റോയ്നിസും അർദ്ധ സെഞ്ചുറി നേടി. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇനി 2 മത്സരങ്ങൾ കൂടിയുണ്ട്. കലൂർ സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായുള്ള ചുറ്റുമതിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോപ്പ് മെമ്മോ നാളെ നൽകും. മതിലിന്റെ കൂടുതൽ ഭാഗവും കാരണക്കോടം തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലായാണ് കെട്ടിയിരിക്കുന്നത്. CRZ നിയമലംഘനമാണെന്ന് GCDA എഞ്ചിനീയർമാരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് കലൂർ സ്റ്റേഡിയം ഉയർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ കാരക്കോടം തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ ബെൽറ്റ് വാർത്താണ് മതിൽ കെട്ടുന്നത്. തോട് എല്ലാ വർഷവും വൃത്തിയാക്കുന്നതുകൊണ്ടാണ് നഗരത്തിലെ വെള്ളക്കെട്ടും ഒഴിവാകുന്നത്. തോടിനടുത്തേക്ക് ചെളി കോരുന്നതിനായി JCBയും ലോറിയും എത്തേണ്ടതുണ്ട്. എന്നാൽ മതിൽ വരുന്നതോടെ ശുചീകരണം നടക്കില്ലെന്ന് പരിശോധനയിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനാൽ നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. നാളെ സ്റ്റോപ്പ് മെമ്മോ കൈമാറും.
കാരണക്കുളം തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കയറിയാണ് നമ്മുടെ ചുറ്റുമതിൽ നിർമ്മാണം നടത്തുന്നത്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് ഞങ്ങളുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും GCDയുടെ എഞ്ചിനീയറും പരിശോധിച്ചതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് വയലേഷനാണെന്ന് കാണുകയും അത് നിർത്തുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ പറഞ്ഞത് ഇത് CRZ സോണിൽ ഉൾപ്പെട്ടിട്ടുള്ള തോടാണ്, വേലിയേറ്റവും വേലിയിറക്കവും ഇതിനെ ബാധിക്കുന്ന തോടാണ്, അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഔദ്യോഗികമായി തിങ്കളാഴ്ച സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തോടുകളിലൊന്നാണ് കാരണക്കുളം തോട്. ഈ തോടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ സ്റ്റേഡിയം റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകും. മതിൽ കെട്ടുന്നതിന് കോർപ്പറേഷനിൽ നിന്നും NOCയും ലഭിച്ചിട്ടില്ല. പ്രതിപക്ഷം സ്റ്റേഡിയത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് മേയർ പരിശോധനയ്ക്കായി നിർദ്ദേശം നൽകിയത്. സ്റ്റേഡിയത്തിനുള്ളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നവംബർ 30-ന് പണി പൂർത്തിയാക്കി സ്റ്റേഡിയം GCDയ്ക്ക് കൈമാറുമെന്നാണ് സ്പോൺസർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ചിറ്റൂരിൽ കാണാതായ ഇരട്ട സഹോദരങ്ങളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളായ രാമൻ, ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ചത്. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ഇന്നലെ മുതൽ ഇരുവരെയും കാണാതായിരുന്നു. ഇരട്ട സഹോദരങ്ങളുടെ ദാരുണാന്ത്യത്തിന്റെ ഞെട്ടലിലാണ് ചിറ്റൂർ ഗ്രാമം. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സഹോദരങ്ങളെ കാണാതായത്. ഇലക്ട്രിക് സ്കൂട്ടർ എടുത്താണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഇരുവരും വിളക്ക് കത്തിക്കാൻ പോകാറുണ്ട്. ഇന്നലെയും ഇതിനായി പോയി. രാത്രിയായിട്ടും വീട്ടിൽ തിരികെ എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു. അപകടം നടന്ന കുളത്തിന് സമീപത്തു നിന്നും ഇവരുടെ ബൈക്കും ചെരുപ്പുകളും കണ്ടെത്തി. പുലർച്ചെ കുളിക്കാനെത്തിയ ആളുകളാണ് ക്ഷേത്രക്കുളത്തിൽ നിന്നും ലക്ഷ്മണന്റെ ശരീരം കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം പുറത്തെത്തിച്ചു. പിന്നാലെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൂത്തയാളായ രാമന്റെ മൃതദേഹവും കണ്ടെത്തി. ഇരുവർക്കും നീന്താൻ അറിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കുളിക്കാനല്ല, മീൻ പിടിക്കാനിറങ്ങിയതായിരിക്കുമെന്നാണ് പോലീസിന്റെ സംശയം. ചിറ്റൂർ ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം ചെറായിൽ 16-കാരൻ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും കടുത്ത നടപടിക്ക്. ഇന്നോവ കാറിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. 16-കാരന് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും RC ഓണർ വഹിക്കണമെന്നും നിർദ്ദേശിച്ചു. 16-കാരന്റെ പിതാവും RC ഓണറുമായ കലൂർ സ്വദേശി അബ്ദുൾ റഷീദിനെ ഇന്നലെ തന്നെ ഞാറയ്ക്കൽ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. പിതാവ് പോലീസിനോട് പറഞ്ഞത് മകൻ തന്റെ അറിവോടെ അല്ല വാഹനം എടുത്തുകൊണ്ട് പോയതെന്ന്. പിന്നീട് വാർത്തകളിലൂടെയും പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിപ്പിച്ചപ്പോഴാണ് മകൻ ചെയ്ത ഈ ഒരു ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞതെന്നും പിതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരം പിതാവിനെതിരെ കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചില നിർദ്ദേശങ്ങൾ കൂടി പോലീസ് നൽകുകയുണ്ടായി. അതായത് അപകടത്തിൽ പരിക്കേറ്റ വൃദ്ധയുടെ ചികിത്സാ ചിലവ് കുടുംബം ഏറ്റെടുക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കുടുംബം സമ്മതിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. ഈ 16-കാരന് 25 വയസ്സ് തികയുന്നതുവരെ ലൈസൻസ് എടുക്കാൻ പാടുള്ളതല്ല എന്നുകൂടി മോട്ടോർ വാഹന വകുപ്പും പോലീസും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതാണ് 16-കാരൻ എത്ര അശ്രദ്ധമായാണ് ഈ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതെന്ന്. നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയും നാട്ടുകാരൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നത്. ഒരു വൃദ്ധയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. അവരിപ്പോഴും ചികിത്സയിൽ തുടരുകയുമാണ്. പിതാവ് പറയുന്നത് പ്രകാരം വാഹനം വീട്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ മറ്റൊരിടത്താണ് പാർക്ക് ചെയ്തിരുന്നത്. തന്റെ അറിവില്ലാതെ 16-കാരനായ തന്റെ മകൻ സുഹൃത്തുക്കളെയും കൂട്ടി വാഹനമെടുത്ത് രാവിലെ ചെറായി ബീച്ചിലേക്ക് പോയതാണ്. തിരികെ വരുന്ന വഴിയിൽ ആദ്യം ഒരു പ്രൈവറ്റ് ബസ്സിൽ ഇടിക്കുകയും പിന്നീടാണ് നിയന്ത്രണം വിട്ട വാഹനം പലയിടങ്ങളിലായി ഇടിക്കുകയും ആളുകളെ പരിഭ്രാന്തപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ ക്രിസ്റ്റ ഇന്നോവ ബ്ലാക്ക് കളർ കാറും 16 വയസ്സുകാരനെയും ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത്. പിന്നീട് കുടുംബത്തെ വിളിച്ചു വരുത്തി പിതാവിനെതിരെ കേസെടുക്കുകയായിരുന്നു. ലക്ഷദ്വീപ് സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. ഇടപ്പള്ളിയിൽ ജോലി ചെയ്യവെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായിരുന്ന ബൈജു, രാധാകൃഷ്ണൻ തുടങ്ങിയവരെ വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ അറസ്റ്റിലേക്കും കടക്കും. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. സുധീഷിനെ വിശദമായി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്മയെ തള്ളിയിട്ട് കൊന്ന മകൻ പോലീസ് കസ്റ്റഡിയിൽ. പഴയകട സ്വദേശി ഓട്ടോറിക്ഷ തൊഴിലാളിയായ മനീഷാണ് അറസ്റ്റിലായത്. ഇയാളെ പോലീസ് റിമാൻഡ് ചെയ്തു. സ്ഥിരം മദ്യപാനിയായ 38-കാരനായ മനീഷ് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുക പതിവായിരുന്നു. കഴിഞ്ഞ 22-ന് മനീഷ് ഭാര്യയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെ അമ്മ സുകുമാരി തടയാൻ ശ്രമിച്ചു. ഇതിലുള്ള പ്രകോപനം കാരണം ഇവരെ പിടിച്ചു തള്ളുകയായിരുന്നു. തലയടിച്ചു വീണ സുകുമാരിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ മാസം 25-ന് ഇവർ മരിച്ചു. 60 വയസ്സായിരുന്നു പ്രായം. തുടർന്ന് പൂവാർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തത്. മനീഷും മരിച്ച സുകുമാരിയും ഓട്ടോറിക്ഷ തൊഴിലാളികളായിരുന്നു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടതിന് തൊഴിലുടമ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഷാർജ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യാബ് ലീഗൽ സർവീസസ് സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെയാണ് മുൻ ജീവനക്കാരി രംഗത്തെത്തിയത്. മട്ടാഞ്ചേരി സ്വദേശി അൻഷിറ മുഖ്യമന്ത്രിക്കും നോർക്കയ്ക്കും പരാതി നൽകി. നിയമസഹായം വാഗ്ദാനം നൽകുന്ന യാബ് ലീഗൽ സർവീസസിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു അൻഷിറ. നേരത്തെ തന്നെ സ്ഥാപനത്തിൽ നിന്നും മാനസിക പീഡനവും നേരിട്ടിരുന്നു. അതിനെതിരെ പരാതിയും നൽകിയതാണ്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അകാരണമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞുവെക്കുകയും ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഞാൻ 2020 ജാനുവരിയിലാണ് യാബ് ലീഗൽ സർവീസസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു നിയമസ്ഥാപനമാണെങ്കിലും ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ പാസ്പോർട്ട് അവിടെ പിടിച്ചു വെക്കും. പിന്നെ ചില ആളുകളെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച് ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ട് തമ്പ് മേടിക്കും. അങ്ങനെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. പക്ഷേ ലാസ്റ്റ് ടൈമായിരുന്നു, എയർപോർട്ടിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇവർ ഇൻഡിഫെയർ ചെയ്യുക, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മളെ ചൂഷണം ചെയ്യുക, അതായത് നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ ഫേസ്ബുക്കിൽ പ്രൊഫൈലൊന്നും ലൈക്ക് അടിച്ചില്ലെങ്കിൽ, കമൻ്റ് ഇട്ടില്ലെങ്കിൽ സാലറി ഹോൾഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമ്മളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ 2 ചാനലിൽ രംഗത്ത് വന്നതാണ്, കാര്യങ്ങൾ ഞാൻ അറിയിച്ചതാണ് പുറലോകത്ത്. കാരണം ഇവിടെ നിന്ന് ആരും പോയിട്ട് ഇനി പെട്ടുപോകരുത്. സ്ഥാപനം നൽകിയ മാനനഷ്ട കേസിനെ തുടർന്ന് വിദേശത്തേക്ക് മറ്റു ജോലിക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് അൻഷിറ. പരാതി സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 3 വിസ പുതുക്കി. ഓക്കെ, പിന്നെ അയാളായിട്ട് പറഞ്ഞു വിടുമ്പോൾ അങ്ങ് പോകാം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സഡൻലി അയാൾ എന്നെ ടെർമിനേറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അവർക്ക് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ അപ്പുറത്തെ കൊളീക്കുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, അക്കൗണ്ട്സിൽ ഒരാളുമായിട്ട് നമ്മളൊരു പെൺകുട്ടിയോ ആരെങ്കിലും ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയാലും നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. മുഖ്യമന്ത്രി ആ ഒരു കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയെ വളരെയധികം ബഹുമാനിക്കുന്നു. കാരണം എൻ്റെ ഒരു പരാതി ഞാൻ മുഖ്യമന്ത്രിയുടെ PA-നെ വിളിച്ചു സംസാരിച്ചായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ പരാതി പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് ബൈ റൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്, സ്പീഡ് പോസ്റ്റാണ് അയച്ചത്. അപ്പോൾ എൻ്റെ പരാതി പരിഗണിച്ചു. എന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യാബ് ലീഗൽ സർവീസസ് നെടുമ്പാശ്ശേരിയിൽ പുതിയൊരു ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ആളുകളെ ജോലിക്കെടുത്ത ശേഷം പ്രമോഷൻ എന്ന പേരിൽ വിദേശത്തേക്ക് കൊണ്ടുപോകുമെന്നും ഇവരെയും കെണിയിൽ വീഴ്ത്താനുള്ള സാധ്യതയുണ്ടെന്നും അൻഷിറ പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും പോലീസിന് നൽകിയ മൊഴിയിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. കാരണം ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്, ഞാനാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എത്രമാത്രം ഇതിൽ പോരാടാൻ പറ്റും? ഞാനിപ്പോൾ 2 മാസമായി ഇതിൻ്റെ പുറകെ കണ്ടിന്യൂസ് നടക്കുന്നത്. ഇപ്പോൾ ദുബായിലെ നിയമം എന്നെ തുടച്ചില്ല. കാരണം ഞാൻ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ അത് അവരെന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാണ്. അപ്പോൾ വിശ്വാസവഞ്ചന എന്നോട് ചെയ്തത് ചതി തന്നെയാണ്. അപ്പോൾ ഒരു മുതലാളിമാരും പണമുണ്ട്, പണത്തിൻ്റെ പേരിൽ നമുക്ക് എന്തും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ ഇങ്ങനെ ഇതാക്കരുതല്ലോ. കഷ്ടപ്പെട്ട പൈസയാണ്, അത് തരണം. സ്ഥാപന ഉടമ സലാം പാപ്പിനിശ്ശേരിക്കെതിരെ നിരവധി ജീവനക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. நிறைய பேர் அவளை பேய்ன்னு சொல்லாங்க.
பேயாக இருந்தால் குணத்தை மாற்ற முடியாது. ஒன்று நம்ம மனசுக்குள்ளே புரிஞ்சுக்கூடாது. ഒരു ചെത്ത ആത്മാവ് കൊണ്ട് ദൈവമാക്കാൻ മുടിയാതെ. ഇന്ന് വെള്ളിയാഴ്ച, സമയം രാത്രി 12. നീലി മിത്താണ് അതോ സത്യം? ഇടവേള. ക്ഷമിക്കണം, ഇടവേളയ്ക്ക് മുമ്പ് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രയേൽ. ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അതിനിടെ വീണ്ടും ഇസ്രയേൽ ബന്ദികളുടേതെന്ന പേരിൽ ഹമാസ് കൈമാറിയ മൃതദേഹങ്ങൾ മാറിപ്പോയെന്ന് ആരോപിച്ച് ഇസ്രയേൽ രംഗത്തെത്തി. വെള്ളിയാഴ്ച റെഡ് ക്രോസ് വഴി ഇസ്രയേലിലെത്തിയ 3 മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്ക് പിന്നാലെ ബന്ദികളുടേതല്ലെന്ന് സ്ഥിരീകരിച്ചത്. തുടർച്ചയായ 5ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുകയാണ്. വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും പലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമമാണ് നടക്കുന്നത്. ആക്രമണത്തിൽ ഇന്നലെ മാത്രം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഖാൻ യൂനൂസിലാണ് രൂക്ഷമായ ആക്രമണം നടക്കുന്നത്. ജബാലിയയിൽ നിരവധി വസതികളും ആക്രമികൾ തകർത്തു. അതിനിടെ ഹമാസ് കൈമാറിയ മൃതദേഹം തങ്ങളുടെ പൗരന്മാരുടേതല്ലെന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തി. വെള്ളിയാഴ്ച കൈമാറിയ 3 മൃതദേഹങ്ങൾ DNA ടെസ്റ്റിന് വിധേയമാക്കിയെന്നും ഹമാസ് കരാർ ലംഘനം ആവർത്തിക്കുകയാണെന്നുമാണ് ഇസ്രയേലിന്റെ പക്ഷം. അതേസമയം ഇസ്രയേൽ തടവിലാക്കിയ 30 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ വിട്ടുനൽകി. ഗാസ മുനമ്പിലേക്ക് തിരികെ എത്തിച്ച ഈ മൃതദേഹങ്ങളിൽ ചിലതിൽ ക്രൂരമായ പീഡനങ്ങളുടെ തെളിവുകൾ കാണാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ആകെ ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 225 പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മുൻപ് കൈമാറിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളിലും ക്രൂരമായ സൈനിക പീഡനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റ് ചെയ്ത പലസ്തീൻ തടവുകാരനെ ഇസ്രയേൽ സൈനികർ ഉപദ്രവിക്കുന്ന വീഡിയോ ചോർന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ മുഖ്യ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് ജനറൽ യുഫാറ്റ് തോമർ യെരൂഷൽമി രാജിവെച്ചു. വീഡിയോ ചോർന്നതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജി. വീഡിയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ 5 സൈനികർക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബ്രിട്ടനിൽ ട്രെയിനിൽ കത്തിക്കുത്ത്. ഡോൺകാസ്റ്ററിൽ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിലാണ് ആക്രമണമുണ്ടായത്. 9 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. സംഭവത്തിൽ അക്രമ സംഘത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഡോൺകാസ്റ്ററിൽ നിന്ന് ലണ്ടൻ കിങ്സ് ക്രോസിലേക്കുള്ള പാസഞ്ചർ ട്രെയിനിലാണ് ആക്രമണമുണ്ടായത്. പ്രാദേശിക സമയം വൈകിട്ട് 7:30 ആക്രമണം നടന്നതെന്നാണ് സൂചന. ഒരാൾ കത്തിയെടുത്ത് യാത്രക്കാർക്ക് നേരെ വീശുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒട്ടേറെ പേർക്ക് കുത്തേറ്റതായാണ് വിവരം. ചിലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷപ്പെടാൻ പലരും ട്രെയിനിലെ വാഷ്റൂമിൽ കയറിയിരുന്നു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഹണ്ടിംഗ്ടൺ സ്റ്റേഷനിൽ നിർത്തി. പരുക്കേറ്റവരെയെല്ലാം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രകോപനമില്ലാതെ യാത്രക്കാരെ കുത്തിവീഴ്ത്തിയ അക്രമി സംഘത്തിലെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. നടന്നത് ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. പരുക്കേറ്റത് ഏത് രാജ്യക്കാരാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. Responded to the incident just before 8 p.m. this evening, and they were able to neutralise the threat. 2 people have been arrested, but there have been multiple stabbings. I'm not aware of the severity of those injuries or the nature of the number of them, but obviously a very serious incident. My thoughts are with the families and those involved and the victims themselves. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആക്രമണത്തെ അപലപിച്ചു. അതീവ ദുഃഖകരവും ആശങ്കാജനകവുമായ വിഷയമെന്നാണ് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് സ്റ്റാർമർ പ്രതികരിച്ചത്. ആക്രമണത്തെക്കുറിച്ചും പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവില നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില ഗ്രാമിന് 22 ക്യാരറ്റ് 11,275 രൂപ, പവന് 90,200 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,310 രൂപ, പവന് 74,480 രൂപ.
വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോഗ്രാമിന് 1,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ലൈവ് at 6 പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ KP അഭിലാഷ്.